ഓം നമോ നാരായണായ നമ. സ്വാമിയെ ശരണമയ്യപ്പ. നമസ്കാരം. എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും തൃപ്പാദ മഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നിങ്ങളുടെ ഏവരുടെയും ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി തരുന്നതാണ്. ആയതിലേക്കായി നിങ്ങൾ ഒന്ന് മാത്രം ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ആൾ എന്നുള്ളത് തിരഞ്ഞെടുക്കുക. കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ വീഡിയോയിൽ 2024 പുതുവർഷത്തിൽ പൂയം നക്ഷത്രത്തിൽ ജനിച്ച ജാതകർക്ക് ഏതൊക്കെ രീതിയിലുള്ള ഫലങ്ങളാണ് ഉണ്ടാകുന്നതെന്ന്, ഏതൊക്കെ രീതിയിൽ 2024 കാലഘട്ടം പൂയം നക്ഷത്രക്കാർക്ക് അനുഭവത്തിൽ വരും എന്നുള്ളതാണ് വിവരിക്കുന്നത്. പൂയം നക്ഷത്രക്കാർ പൊതുവെ മഹാമനസ്കതയുള്ളവരും ദയാലുക്കളും കാരുണ്യം ഉള്ളവരുമായിട്ടാണ് കണ്ടുവരുന്നത്. ഈ പൂയം നക്ഷത്രത്തിൻ്റെ അധിപൻ എന്ന് പറയുന്നത് വ്യാഴനാണ്. അതുകൊണ്ട് തന്നെ പൂയം നക്ഷത്ര ജാതകരുടെ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ ഈശ്വരന് തുല്യമായിരിക്കും എന്നുള്ളതാണ്. സത്യസന്ധത, അർപ്പണബോധം, ധർമ്മപ്രവർത്തികൾ എന്നിങ്ങനെയുള്ള നല്ല ഗുണങ്ങളും ഈ ജാതകരിൽ കാണാൻ സാധിക്കും. ആയതിനാലാണ് അത് ഈശ്വരന് തുല്യം എന്ന് പറയുന്നത്. ഈ 3 കാര്യങ്ങൾ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. കൂടാതെ ജീവിതത്തിൽ സമാധാനം, സന്തോഷം എന്നിവ നേടിയെടുക്കുക എന്നതാണ് ആയില്യം ജാതകരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ആനന്ദം കൂടി അതിനകത്ത് വരുന്നുണ്ട്. സമാധാനം, സന്തോഷം, ആനന്ദം എന്നിവ അതാണ് ലക്ഷ്യം. 2024 കാലഘട്ടം ഈ ജാതകർക്ക് തീർത്ഥയാത്രകൾ നടത്തേണ്ട സാഹചര്യങ്ങളുണ്ടാകും. ഉത്തരവാദിത്തങ്ങൾ കൂടുകയും ചെയ്യും. തൊഴിൽ സംബന്ധമായ ചില സാഹചര്യങ്ങളിൽ ജീവിത പങ്കാളിയെയും സന്താനങ്ങളെയും വിട്ട് ദൂരദേശങ്ങളിൽ പോകേണ്ടതായ അവസ്ഥകളും വന്നു ചേരുന്നതാണ്. അത് ഒരിക്കലും കുടുംബത്തെ മറന്ന് അല്ലെങ്കിൽ ഉപേക്ഷിച്ച് പോകുന്നതല്ല, ജോലിയുടെ ആവശ്യമായിട്ട് പോകേണ്ട സാഹചര്യങ്ങളാണ് വരുന്നത്. നിങ്ങളുടെ തൊഴിൽപരമായ ഉന്നതിക്ക് വേണ്ടി ജാതകർ നല്ല രീതിയിൽ പ്രയത്നിക്കും എന്നുള്ളത് മറ്റൊരു വാസ്തവം കൂടിയാണ്. എന്നിരുന്നാലും മറ്റുള്ളവരുടെ, അതായത് ഈ ദുർനടപ്പുകാരായ ജനങ്ങളുടെ വഞ്ചനകൾ, ചതി എന്നിവയിൽ ചെന്ന് അകപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ എടുത്ത് പറഞ്ഞ കാര്യമെന്ന് പറഞ്ഞാൽ അതെന്തെന്നാൽ, ജാതകർ സമാധാനപരവും മാന്യവുമായി പെരുമാറുന്നത് മറ്റുള്ളവർ മുതലെടുക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. ആ മുതലെടുപ്പ് ചിലപ്പോൾ ചതി, വഞ്ചന എന്നീ രീതിയിലൊക്കെ പോയി ചേരാം. അതുകൊണ്ടാണ് ആ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ഇവിടെ ദാമ്പത്യ ജീവിതത്തിൽ ജീവിത പങ്കാളിയുമായി എല്ലാ കാര്യങ്ങളും തുറന്ന് പങ്കുവയ്ക്കുന്നത് എപ്പോഴും സുഖകരമായിരിക്കുകയില്ല എന്നതുകൂടി മനസ്സിലാക്കുക. കാര്യമെന്ന് പറഞ്ഞാൽ അത് ചില സമയങ്ങളിൽ തെറ്റിദ്ധാരണയ്ക്ക് കാരണമാകും. നേരെ പോസിറ്റീവായിട്ടായിരിക്കും ജാതകൻ വെളിപ്പെടുത്തുന്നത്, പക്ഷേ അത് നെഗറ്റീവായിട്ട് എടുക്കുകയും പ്രശ്നങ്ങൾ വഴിതെളിക്കുകയും കാരണമാകും. അത് ദുഃഖത്തിന് വഴിതെളിക്കും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, മനസ്സിലാക്കുക. കലാ സാഹിത്യ രംഗം, നാടകമേഖല, വ്യവസായപരമായ തൊഴിലുകൾ എന്നിവയിലെല്ലാം തന്നെ ആയില്യം ജാതകർക്ക് വിജയിക്കുവാൻ സാധിക്കുന്നതാണ്. കൂടാതെ കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഭക്ഷ്യ വസ്തുക്കളുമായി ബന്ധപ്പെട്ട നിർമ്മാണ മേഖലകൾ, രാഷ്ട്രീയം, അധ്യാപനം, പരിശീലകൻ, ഭവന നിർമ്മാണം, മതപരമായ പ്രവർത്തനങ്ങൾ എന്നിവയിലൊക്കെ വിജയിക്കുവാൻ സാധിക്കുകയും വരുമാനം നേടുവാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. ഏത് സമയത്തും
കുടുംബത്തോടൊപ്പം ജീവിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ളൊരു പ്രകൃതക്കാരാണ് ജാതകർ. എന്നാൽ തൊഴിൽപരമായ ആവശ്യങ്ങൾ കാരണം പലപ്പോഴും കുടുംബവുമായി മാറി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായേക്കാം. ഇവിടെ കർക്കിടകക്കൂറുകാർക്ക് ഈ വർഷം അല്പം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ശനിയുടെ സാന്നിധ്യം മൂലം ജാതകരുടെ പ്രവൃത്തികളിൽ വേണ്ടത്ര ബലം വന്നു ചേരണമെന്നില്ല. അതായത് ചെയ്യുന്ന പ്രവൃത്തിക്ക് ഉതകുന്ന പോലുള്ള മൂല്യം അവിടെ ലഭിച്ചേക്കില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഇത് നിങ്ങളുടെ തകർച്ചയല്ല ഞാൻ സൂചിപ്പിച്ചത്, അതുകൂടി മനസ്സിലാക്കുക. അതിന് വേണ്ടത്ര ബലം കിട്ടുന്നില്ല എന്നുള്ളതാണ്. അത് മാറി വരും. ഈ സമയത്ത് ശത്രുശല്യം കുറയുന്നതായിരിക്കും. എതിരാളികൾ പരാജയപ്പെടും. എന്നിരുന്നാലും കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും കുടുംബത്തിൽ ഇറങ്ങി നിന്ന് ചെയ്യുന്ന കാര്യങ്ങളിൽ, ചെയ്യുന്ന പ്രവൃത്തികളിലൊക്കെ ശ്രദ്ധകൾ വേണം. ഔദ്യോഗിക മേഖലകളിൽ ഉള്ളവർക്ക് തൊഴിൽ മാറ്റം സംഭവിക്കുകയും ആ തൊഴിൽ മാറ്റം മൂലം ചെറിയ പ്രശ്നങ്ങൾ നേരിടേണ്ടതുമായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനും സാധ്യതയുണ്ട്. കൂടാതെ ശാരീരികവും മാനസികവുമായ ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വന്നുപെട്ടേക്കാം. യാത്രകൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാലമാണ്. വാഹനയാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഉയരങ്ങളിൽ നിന്നുള്ള ജോലികൾ എന്നിവ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം. അപകടങ്ങൾ ഉണ്ടാകുവാനും പരിക്കേൽക്കുവാനും സാധ്യതയുണ്ട്. ജീവൻ അപകടകരമായ രീതിയിലുള്ള അപകടങ്ങളൊന്നും വന്നു ചേരില്ല. എന്നാലും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ തെറ്റായ രീതിയിലുള്ള വാർത്തകൾ ചിലപ്പോൾ കേൾക്കേണ്ടി വരും. അത് അപവാദമായിരിക്കാം. തെറ്റായ രീതിയിലുള്ള വാർത്തകൾ, ആ രീതിയിലുള്ള കേൾവികൾ ചിലപ്പോൾ കേൾക്കേണ്ടി വന്നേക്കാം. കുടുംബത്തിൽ മംഗളകരങ്ങളായ കാര്യങ്ങൾ നടക്കും. വിവാഹം അതുപോലെയുള്ള മറ്റ് മംഗളകരമായ കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ സമയത്ത്. അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഈ വീഡിയോ ഉപയോഗപ്രദമായി എന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. കൂടാതെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക. തൃപ്പാദ മഠത്തിൻ്റെ എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും മറ്റുള്ളവർക്കും ജഗദീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.